ഭർത്താക്കന്മാർക്കൊരു മാതൃകയാണ് ആർച്ചി. ഞങ്ങൾ അവതാരകരുടെ ഒരു മമ്മൂക്കയാണ്. മമ്മൂക്ക അറിയുന്നത് ബാക്കി ആരറിഞ്ഞില്ല. അപ്പൂപ്പന്റെ കാര്യം ഞാൻ പറയുന്നില്ല, അത് യു ഷുഡ് സീ ദ മൂവി ടു നോ. പക്ഷേ എന്താ പരിപാടി ഉണ്ട് അത് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും ഒരു അപ്പൂപ്പനെ നമ്മൾ സൈഡിൽ കൊണ്ടിരുന്നത് കാഴ്ച വെച്ച് പറ്റും. ഇന്ദ്രൻ ചേട്ടനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇന്നസെൻസ് ആ തോന്നിയത്. ആർട്ടിസ്റ്റ് ആയി ചേട്ടനെ കണ്ടപ്പോ ഇന്നസെന്റ് ആയിട്ടാണ് തോന്നിയത്. ഇന്ദ്രൻ ചേട്ടനെ കണ്ടപ്പോ ഇന്നസെന്റ് ആയിട്ടാണ് തോന്നിയത്. കിട്ടിയില്ലേ? ഇന്ദ്രൻ ചേട്ടനെ കണ്ടപ്പോ ഇന്നസെന്റ് ആയി. അനു മുതലാളി ജംഗ ജഗ ജഗ ഫണ്ട് റൈഡ് ആണ്. ബീറ്റിനൊപ്പം ഇറ്റ്സ് മീ വിജയ് അബു ആണ്. ഇന്ന് എനിക്കൊപ്പം രണ്ട് അതിഥികളുണ്ട്. ഇവര് ഒരാൾ ഈ അടുത്ത കാലം വരെ മലയാളികളുടെ മനസ്സിൽ വില്ലൻ ക്യാരക്ടർ ആയിരുന്നു. ഈ അടുത്ത് കോമഡി ഉത്സവം വന്നപ്പോഴാണ് പ്രേക്ഷകരുടെ മനസ്സിലാകാതെ വീട്ടിലെ ഒരാളായത്. മറ്റേത് കാലഘട്ടം അനുസരിച്ച് മാറുന്നതിനനുസരിച്ച് മലയാള സിനിമയിലേക്ക് ഒരുപാട് നല്ല നായകന്മാർ വരും. അതേപോലെ നമുക്ക് കിട്ടിയ ഒരു നായികയാണ് അന്നു ആന്റണി, മിഥുൻ ചേട്ടൻ. എനിക്ക് ആ ചിരി ഒന്ന് കിട്ടണം. അങ്ങനെ മറ്റേ അറിഞ്ഞ് ചിരിപ്പിക്കാൻ പ്രയാസമാണ്. ഇതിനിടയിൽ ഇഷ്ടം പോലെ ചിരി വരും. ധൈര്യമായിട്ട് പറഞ്ഞു ചിരിപ്പിച്ചാൽ കോൺഷ്യസ് ആവുന്നത് അതാ പ്രശ്നം. മിഥുൻ ചേട്ടനെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, മിഥുൻ ചേട്ടൻ നിൽക്കുന്ന സ്ഥലം എപ്പോഴും ഭയങ്കര സെലിബ്രേഷൻ ആയിരിക്കും, വൈബായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു സെറ്റില്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മിഥുൻ ചേട്ടൻ സെറ്റിൽ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഹെക്ടിക് ഡേയ്സ് ഷൂട്ട് എത്ര ടയർഡ് ആണെങ്കിലും മിഥുൻ ചേട്ടൻ വരുന്ന ആ ദിവസം അല്ലെങ്കിൽ ആ ഷോട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു എനർജി കയറും. നിങ്ങൾ റെസ്പെക്ട് കൊടുക്കാറുണ്ട്? കാരണം ദുബായിലുള്ള ആളാണ്. റെസ്പെക്ട് കൊടുക്കാറുണ്ട്, ഒബ്വിയസ്ലി എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ അതല്ല, നമ്മളവിടെ ആഘോഷിക്കാൻ ചെല്ലല്ലേ. പിന്നെ എന്തെന്ന് മിഥുൻ ചേട്ടൻ സ്വന്തമായിട്ട് ക്യാരവാനുണ്ടോ? ഇല്ല, സത്യമായിട്ടും ഇല്ല. അല്ലെ, എന്റെ വണ്ടിയെ എല്ലാരും ക്യാരവൻ എന്ന് വിളിക്കാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്റെ ബാഗ്, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്റെ കാറ് തന്നെയാണ് എന്റെ ക്യാരവൻ. ഇപ്പൊ എവിടെ ദുബായിൽ എന്ത് സിനിമ ഉണ്ടെങ്കിലും മിഥുൻ ചേട്ടൻ അതിന് വേണമെന്ന് നിർബന്ധമുള്ളത് പോലെയുള്ള എല്ലാവരും മാറ്റില്ല. അങ്ങനെ നിന്നോട്ടെ. അല്ല, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ എല്ലാ പടത്തിനും ഞാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഇറങ്ങിയിട്ടുള്ള മിയാവിലോ അല്ലെങ്കിൽ ഇതിലോ ഒന്നും ഞാനില്ല എന്ന് കരുതിയിട്ട് അതിൽ വരാൻ പറ്റാത്തത് കൊണ്ടാണ് വരാത്തത്, അത് വേറെ കാര്യം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ ലാഭമല്ലേന്ന് ആലോചിച്ചിട്ട് ടിക്കറ്റ് കൊടുക്കണ്ട, താമസം കൊടുക്കണ്ട, എല്ലാം അവിടെ ആളുണ്ട്. അപ്പോ പിന്നെ അത്യാവശ്യം അവിടുത്തെ പ്രൊമോഷൻ പരിപാടിയൊക്കെ നടക്കും. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ താര അതാണ് ക്യാരക്ടർ. ശരിക്കും സ്വപ്നങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ കഥയാണോ, അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് അതിനൊപ്പം പോകുന്ന ഒരാളുടെ കഥ? സർവൈവ് ചെയ്യുന്ന അതിനൊപ്പം പോകുന്ന ഒരാളുടെ കഥയാണ്. എന്താണ് യു എയിൽ എത്തിയിട്ട് കുറെ സ്ട്രഗിൾസ് അനുഭവിക്കുന്നത്. അത് ഭയങ്കര സാഡ് ആയിട്ടൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അതെ, സ്ട്രഗിൾസിന് നമുക്ക് ചിലപ്പോ ചിരി വരും. അല്ല, താരക്ക് എന്ത് വിഷമം വന്നാലും മിഥുൻ ചേട്ടന്റെ ക്യാരക്ടറിന്റെ അടുത്താ പോകുന്നത്. കാരണം ഏറ്റവും മോശമായിട്ട് എവരെ കുറിച്ചിട്ട് വന്നപ്പോ ഒരുപാട് നല്ല ആഗ്രഹങ്ങളുമായിട്ട് വന്ന ഒരു കുട്ടിയെ വഴിതെറ്റിച്ച് വിട്ടതിന്റെ ഒരു ഇടം കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ക്യാരക്ടറിന് ഒരു 2-3 ഫേസസ് ഉണ്ട്. ഇപ്പൊ താരയുടെ ക്യാരക്ടറിനാണെങ്കിലും ഇപ്പൊ എന്റെ ക്യാരക്ടറിനാണെങ്കിലും ഒക്കെ കുറച്ച് ഫേസസ് ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ താരയെ ഇവിടെ വന്നപ്പോ താരയുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ച് കൊണ്ടു നടന്ന ഒരാളാണ് ഞാൻ. പിന്നീട് താരയുടെ ലൈഫിൽ താര ചില വളരെ ബോൾഡ് ആയിട്ടുള്ള വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തപ്പോൾ ആ സമയത്ത് ഒരു ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ വിളിക്കുന്ന ആളും ഞാനാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഇത് വരുന്നത്. പക്ഷെ താരയുടെ ക്യാരക്ടർ അങ്ങനെ ഒരു ഇതേ അല്ല. താരയുടെ ക്യാരക്ടർ ഗോസ് ത്രൂ എ ലോട്ട് ഓഫ് ഈ പറയുന്ന ചേഞ്ചസ്. അത് പലരുടെയും ആംഗിളിലൂടെ നമ്മൾ താരയുടെ ക്യാരക്ടർ കാണുന്നതാണ് മെയ്ഡ് ഇൻ കാരവന്റെ മെയിൻ എസെൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇതിനകത്ത് ഓരോ ക്യാരക്ടറും പോകുന്നത് താരയുടെ ക്യാരക്ടറെ നമ്മൾ തുടക്കം തൊട്ട് കാണുന്നതിൽ നിന്നും നമ്മുടെ മനസ്സിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും മെയ്ഡ് ഇൻ കാരവൻ കാണുന്ന ഒരു ഓഡിയൻസിന് കിട്ടുന്ന ഏറ്റവും വലിയ റെലവന്റ് പോയിന്റ്. അത് നമ്മുടെ എല്ലാവരുടെയും നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് അതിനകത്ത് പറഞ്ഞത്. ശരിക്കും സിനിമ ഒരു ട്രാവൽ ആണോ സിനിമ? ശരിക്കും ഇത് മെയ്ഡ് ഇൻ കാരവൻ പേരിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ചോദിക്കുന്നതാണ്. ട്രാവൽ ഉണ്ട്, പക്ഷെ ട്രാവൽ അല്ല ഇതിന്റെ ഇമ്പോർട്ടന്റ് തീം. ട്രാവലിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. Absolutely. What she said is absolutely right. എന്നുവെച്ചാൽ അതാണ് ട്രാവൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഹോൾ തിങ്. അത് നമുക്കൊരു ആവശ്യമാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കാരവൻ ഫോഴ്സ്ഡ് അല്ല. ഈ കാരവൻ എന്ന് പറയുന്നതാണ് ഈ പടത്തിലെ ഒരു ഭയങ്കര ക്യാരക്ടറാണ് ഈ കാരവൻ. ഈ കാരവനിൽ ഉള്ള ഒരു 20-21 ദിവസമോ എന്ന് പറയുന്ന സംഭവം
ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദർ ലൈഫ്. അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾക്ക്, അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ ആ ദിവസങ്ങൾ അതിൽ നിന്നത് എന്തിനാണെന്നും അത് കൊണ്ടുണ്ടായ മാറ്റം എന്താണെന്നും, അല്ലെങ്കിൽ അതുകൊണ്ട് അത് എന്തുകൊണ്ട് അത്രയും നിന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതായത് പറഞ്ഞ അതിനകത്ത് അടിയിലുള്ള ഒരു തീം ഇസ് വെരി ഇന്റർനാഷണൽ. ഞാനേ മിഥുൻ ചേട്ടനെ കാണുമ്പോ ചോദിക്കണത്, ഈ മനുഷ്യൻ ഈ സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അത് എല്ലാ പ്രാവശ്യം ഒരേ എനർജി. സത്യം. ഞാൻ ഒരു ദിവസം പേഴ്സണൽ ഇന്റർവ്യൂവിന് വേണ്ടി മിഥുൻ ചേട്ടാ നമുക്കൊരു ഇന്റർവ്യൂ വേണം, അപ്പൊ അബു ഞാൻ പറന്നുകൊണ്ടിരിക്കണം, ഒന്ന് ഇറങ്ങിക്കോട്ടെ. എങ്ങനെ മിഥുൻ ചേട്ടാ? അല്ല അത് എങ്ങനെയോ മാനേജ് ചെയ്ത് പോകണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞ ദിവസം ഹോസ്പിറ്റലിലായിരുന്നതാ. പക്ഷേ മലയാള സിനിമ മൊത്തം മിഥുൻ ചേട്ടനെ വിളിച്ചത് സൂപ്പർ സ്റ്റാർസ്. ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമയിലുള്ള ആൾക്കാർ, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഇപ്പം ഓൺലൈനിലുള്ള മീഡിയയിലുള്ള സുഹൃത്തുക്കളും ഒക്കെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്ന സപ്പോർട്ട് 100%. നമുക്ക് റിയലൈസേഷൻസ് ആണല്ലോ, നമുക്ക് ചില ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് തന്നതാണ്. ഞങ്ങൾ അവതാരകരുടെ ഒരു മമ്മൂക്കയാണ്, ഞങ്ങളുടെ ഒരു ഫേസ് ആണ്. ഇത് മമ്മൂക്ക അറിയുന്നത് ബാക്കി ആരും അല്ലെ, നമുക്കും ടെൻഷനാണ്. എന്താ വെച്ചാൽ എല്ലാരും ആക്ച്വലി ടെൻഷനായി പോയി. പക്ഷെ നിങ്ങളൊക്കെ റെസ്റ്റ് എടുക്കണല്ലേ? എന്റെ പൊന്നു ഇപ്പൊ അന്നു മലയാള സിനിമയിൽ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്ത് ഇപ്പൊ തിളങ്ങിക്കൊണ്ടിരിക്കുക. പൂക്കാലം നല്ല റെസ്പോൺസ്. അന്നു ഞാൻ അന്നുവിനെ ഇരുത്തിക്കൊണ്ട് ഇത് പറയൂലെന്ന് പറഞ്ഞതാണ്, എന്നാലും ഞാൻ പറയാം. അല്ല അതാണ് കാരണം എന്ന് വെച്ചാൽ അന്നു വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ അന്നുവിന്റെ അഭിനയം അവിടെ വെച്ച് കാണുമ്പോഴും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അതാണ്. വേണമെങ്കിൽ ചെവി പൊത്തിക്കും, അന്നു ഒരു ഭയങ്കര അണ്ടർ റേറ്റഡ് ആക്ട്രസ് ആണ്. ശരിക്കും ഷീ ഷുഡ് ബി ഗിവൺ മോർ ഓപ്പർച്യൂണിറ്റീസ് ഇഫ് ഷീ ഈസ് വില്ലിങ് എന്ന് പറയണം. കാരണം എന്ന് വെച്ചാൽ അതും കൂടി ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എടുക്കാത്തതിന്റെയും കൂടി ഒരു കുഴപ്പമുണ്ട് കുട്ടിക്ക്. പക്ഷെ ഭയങ്കര നല്ല ആക്ട്രസ് ആണ്. ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ ചുരുക്കം, ഞാൻ ആക്ടേഴ്സ് ആണെങ്കിലും ആക്ട്രസസ് ആണെങ്കിലും, ഞാൻ അതിനകത്തൊരു ജെൻഡർ ബയസില്ല, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ എന്തിന് എന്ന് ചോദിച്ചിട്ട് അഭിനയിക്കുന്നത്. അതായത് ഞാൻ ഇത് ഇങ്ങനെയാണല്ലോ സിറ്റുവേഷൻ, അപ്പൊ അത് മറ്റതിൽ ഞാൻ ഇങ്ങനെയല്ലേ ചെയ്തത്, പിന്നെ അപ്പം ഇവിടെ ഇതാണോ ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യം ഡയറക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കി ചിലപ്പോൾ ഒരു ഡയറക്ടറായിട്ട് ഒരു ഡിബേറ്റിലോട്ട് പോയിട്ട് വരെയും ചെയ്യുന്നു. ആ ഡിബേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചിരി വന്നത് കണ്ടോ, അതിന്റെ കാരണങ്ങളുണ്ട്, അത് കഥയുണ്ട്, അത് പിന്നെ പറയുന്നതായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ ഒരു ഡിബേറ്റിലോട്ടൊക്കെ പോയിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പലപ്പോഴും ചിന്തിക്കും, അത് ചെയ്താൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെ ചോദിച്ച് ചെയ്യണ ആൾക്കാരെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മോർ സെൻസിബിൾ ആക്ടേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരാളാണ്. ഇപ്പൊ പ്രേക്ഷകരെ ഡിബേറ്റിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആഗ്രഹിക്കണം മിഥുൻ ചേട്ടനെ കഥ പറഞ്ഞല്ലോ, അതൊന്ന് പറയുമോ? ഇല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു മെയിൻ, അതായത് ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറാണ് അന്നു ചെയ്തേക്കുന്ന താര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ. അത് ജോമിയുടെ ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ, ജോമിയുടെ ഒരു കൺവിക്ഷൻ, ജോമിയാണ് ഇത് എഴുതിയിരിക്കുന്നത്, ജോമിയാണ് ജോമിക്ക് ഇങ്ങനെയാണ് ക്യാരക്ടർ വേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പം അപ്പു ഈ ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ അപ്പുവിന്റെ മനസ്സിലൊരു കൺവിക്ഷൻ ഉണ്ട് അല്ലെ, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബട്ട് നമ്മൾ ഈ ഇരിക്കുന്ന രണ്ടുപേർക്കും അതേപോലെ തന്നെ ഇതുണ്ടാവും, നമുക്കൊരു അജണ്ട ഉണ്ടാവും, നമ്മളിത് മൈഡിൻ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടാവും. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ ഒരു ക്രിയേറ്റീവ് കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ. ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പോലെയാണ് ഇത് സ്മൂത്ത് ആയിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ആ സ്മൂത്ത്നെസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവര് തമ്മിൽ ആ കറക്റ്റ് ആ ക്രിയേറ്റീവ് കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു പടത്തിലെ ഒരുപാട് സീനുകൾ നന്നായതെന്ന് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞു ചേട്ടാ, നിങ്ങൾ ഫാമിലി ആയിട്ട് പ്രൊഡക്ഷൻ ഹൗസ് വെളിയിൽ പക്ഷെ ഒരു സാധനമല്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യും. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം, ക്യാമറ ഉൾപ്പെടെ നമ്മളെല്ലാം ചെയ്യും. ആദ്യം ലക്ഷ്മി ചേച്ചി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മിഥുൻ ചേട്ടന് ഭയങ്കര പുച്ഛം. ഞാനിതിനും വലിയ കാര്യമായിട്ട് കിടക്കുന്നത്, ഞാൻ യൂട്യൂബർ, വ്ളോഗർ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സിനിമക്കാർക്ക് യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ് എന്ന വലിയ കാര്യം പിന്നെ മനസ്സിലായി, ഇതാണ് ഇപ്പൊ അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞപ്പോ പിന്നെ അതിനൊന്നും വാല്യൂ ഇല്ല, ഇതിനല്ലേ വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇല്ല, ഇപ്പൊ അന്നുവിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണ് ഈ കരിയറില. ഇപ്പൊ ആനന്ദം കഴിഞ്ഞ് ഒരു സെറ്റ് ഗ്യാങ് വന്ന് അതില് എല്ലാവരും ഒരേ തോതിൽ പോയിട്ടില്ല. പക്ഷെ അന്നുവിന്റെ ക്യാരക്ടറിൽ ചെയ്ത കുറച്ച് വേഷങ്ങളാണെങ്കിലും ഓഡിയൻസ് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഈ താരയും ആ കാറ്റഗറിയിൽ എവിടെ പ്ലേസ് ചെയ്യും? ശ്രദ്ധിക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം ഒരു കോളേജ് ചെറിയ ഒരു അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ. പക്ഷെ താര ഡിഫറെന്റ് ആണ്. താരയുടെ സ്ട്രഗിള് കുറച്ചും കൂടെ ഇന്റൻസ് ആണ്. ഇപ്പൊ ബാക്കിയുള്ള മായ ആണെങ്കിലും എൽസി ആണെങ്കിലും
ദേവിക ആണെങ്കിലും സ്ട്രഗിൾസ് കുറച്ചും കൂടെ സൂപ്പർഫിഷ്യൽ സ്ട്രഗിൾസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ താരയുടെ സ്ട്രഗിൾസ് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആണ്. പക്ഷെ അത് കോമിക് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് വേയിലാണ് കാണിച്ചത്, പക്ഷെ അത് കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള സ്ട്രഗിൾസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താരയെന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ആവാൻ സർവൈവ് ചെയ്തായിരുന്നു. നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ റൂമിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിലൊക്കെ കുറച്ച് സർവൈവൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ദുബായിലടുത്ത് ഷൂട്ട് മിഥുൻചേട്ടൻ വീട്ടിൽ പോയി അതേ പറഞ്ഞേ നമ്മള് സർവൈവലിനുള്ള മാർഗം എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് പട്ടിണി കിടും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡെസേർട്ടിൽ കൊണ്ടുപോയി ഊരിക്കാരിടും, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. അതുകൊണ്ട് സർവൈവൽ എന്താന്ന് കുട്ടി പഠിച്ചു. സ്ട്രഗിൾ ചെയ്യുന്ന ആളുടെ ലുക്ക് വന്നിട്ടുണ്ട്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മള് ലിഫ്റ്റിൽ പോലും കേട്ടില്ല, സ്റ്റേഴ്സ് മുഴുവൻ കേട്ടുകയാണ്. ഇന്ദ്രൻ ചേട്ടൻ ഇപ്പൊ പോസ്റ്ററിൽ തന്നെ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആത്മാവ് വല്ലതും ആണ്. അയ്യോ പുക കണ്ടിട്ടാണോ എന്റെ പൊന്നെ? പുക മാറ്റി ജോബി, ഭയങ്കര പ്രശ്നം. ഇല്ല ഒരു ദേവദൂതനെ പോലുള്ള ഒരാളാണ്. അവന് അത് പടത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ജംഗ്ഷറിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. ഇന്ദ്രൻ ചേട്ടൻ അത്ര സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറിനോട് ഒരു കഥ എന്തെങ്കിലും ഉണ്ടോ ലൊക്കേഷനിൽ അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്ന പറയാൻ പങ്കു? എനിക്ക് കോമ്പിനേഷൻ ഇല്ല അദ്ദേഹമായിട്ട് ഇതിനകത്ത്, ഈ പടത്തിലില്ല. എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇന്നസെൻസ് ആ തോന്നിയത്. ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അത് ഭയങ്കര കോമഡിയാണ്. അത് മതി നമുക്ക്. കിട്ടിയില്ലേ ഇന്ദ്രൻ ചേട്ടനെ കണ്ടപ്പോ ഇന്നസെന്റ് ആയി അനു. ഒരു ചൈൽഡിഷ്, ഇത് ഒരു ഭയങ്കര നിഷ്കളങ്കത, അതാണ് ഞാൻ ഉദ്ദേശിച്ച ഇന്നസെൻസ്. അപ്പം സാറിനെ കണ്ടപ്പം പറയാൻ നോക്കാണോ? അല്ല, കോമ്പിനേഷൻ എന്റെ കണ്ണറിയാതെ നിറഞ്ഞു. കാരണം ഫസ്റ്റ് ഞാൻ ആനന്ദം ചെയ്തപ്പോഴും ഇപ്പൊ ഹൃദയം ചെയ്തപ്പോഴും എല്ലാം എന്റെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. എനിക്ക് സീനിയർ ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ ഇതുവരെ ആരുടെ അടുത്തും ചെയ്തു. അതിന് മുമ്പില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്തോണ്ട് അങ്ങനെയല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ചേട്ടൻ വന്നപ്പോഴാണ് ഒരു സീനിയർ ആർട്ടിസ്റ്റ് വന്നത്. അതുവരെ നമ്മളെല്ലാരും ഒരേ പ്രായത്തിന്റെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, മിഥുൻ ചേട്ടൻ ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ഏജ് കുറച്ച് കുറേ ഉണ്ടല്ലേ? അല്ല, പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ മിഥുൻ ചേട്ടൻ സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും പക്ഷെ നമുക്ക് നമ്മുടെ എനർജി ലെവലൊക്കെ ഇതല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതും. കുഞ്ഞിലെ മുതലേ കാണുന്ന ഒരു ആക്ടർ അല്ലേ, എനിക്ക് ഭയങ്കര മിഥുൻ ചേട്ടൻ ഓഡിയൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മിഥുൻ ചേട്ടന്. ചേട്ടാ നമസ്കാരം, ആർജെ അരവിന്ദാണ്. എനിക്ക് മിഞ്ചോനോട് ചോദിക്കാനുള്ളത്, ഒരു പക്ഷേ സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ മിഥുൻ ചേട്ടൻ ശരിക്കും ഏതൊരു ഏരിയയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും? അതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ എന്നെ പിടിച്ച് വേറെ ആക്കാൻ നോക്കിയിട്ടുണ്ട് എന്റെ വീട്ടുകാര്. എന്നെ പിടിച്ച് മെഡിസിന് ചേർക്കാനും ഇതിനൊക്കെ കൊണ്ടുപോകാനൊക്കെ നോക്കിയെന്നേ. ഞാൻ 2 തവണ റിപ്പീറ്റ് ചെയ്ത എൻട്രൻസ് ഒക്കെ എഴുതിയല്ലേ. ഞാൻ ലോ പഠിച്ചതാണ് എല്ലാം ഈ പറഞ്ഞ പോലെ. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് എൻട്രൻസ് എഴുതി. ബാംഗ്ലൂർ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ടൊക്കെ പോയതാ. എന്തെല്ലാം വേണ്ടെന്ന് വെച്ച് തിരിച്ചു വന്ന്. കാരണം അവർക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, ഇതൊന്നും ഇവനെ കൊണ്ട് നടക്കൂലെന്ന് മനസ്സിലായിട്ടാണ് പിന്നെ സിനിമയിലോട്ട് ഇറങ്ങിയത്. മനസ്സിലായില്ലേ? അല്ലെ, എനിക്ക് മനസ്സിലതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ലോളയിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നമുക്ക് പണ്ട് ചോദിക്കുമല്ലോ എന്താവണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്ന സമയത്ത് പോലും എനിക്ക് മീഡിയ എന്ന് പറയാൻ അറിയില്ല, സിനിമ തന്നെയായിരുന്നു ആഗ്രഹം. ഒരു ഫോട്ടോ ഷെയർ ചെയ്യാനുണ്ട്, ആ മെമ്മറി ഒന്ന് ഞങ്ങളായിട്ട് പങ്കുവെച്ചത്. രണ്ടാളും കൂടിയും ആകാശ് വീണ്ടും ഇത് എന്താന്ന് വെച്ചാൽ ഇത് ബാലിയിലാണ്. ബാലിയില് നമ്മളൊരു ലക്ഷ്മിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയത്. അപ്പോ സാധാരണ എപ്പോഴും നമ്മുടെ ട്രാവലുകളിൽ നമ്മുടെ എപ്പോഴും ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് മറ്റേ ഹിസ്റ്ററി ഇതൊക്കെ പിടിച്ച് നമ്മൾ ചില സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ പറയും ഇപ്പോഴും ഹണിമൂണിന് അവസാനം ഇത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ബാസ്റ്റിൽ മാത്രം കണ്ടിട്ടില്ല. ബാസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസ് റവല്യൂഷൻ നടന്ന സ്ഥലമല്ല, അത് മാത്രം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയും വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു ഗ്രീൻ സ്തൂപം ഞാൻ അവിടെ കണ്ടിട്ട് ഇതാണല്ലേ ഇതെന്ന് ഇതെല്ലാം ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വെച്ചു, ഇത് കാണാനാണോ നമ്മൾ ഹണിമൂണിന് വന്നത് എന്ന് ചോദിച്ച ചരിത്രമുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ട് ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട്
പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീസാണ്. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ സ്വിങ്, ബഞ്ചി ജമ്പിങ് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഭയങ്കര ബഞ്ചി ജമ്പിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൈ ഡൈവിങ് അങ്ങനെയൊക്കെയുള്ള എല്ലാം സേഫ് ആണ്, ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും എല്ലാം ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം. അപ്പോ ഇതൊക്കെ ചെയ്യാനായിട്ട് പോകാനുള്ള ഇത് വെച്ചിട്ട് ഞാൻ ബാലി പോയപ്പോ ഈ പറഞ്ഞ മറ്റേ അമ്പലം കാണാൻ പോവുക, ബാലിയിലെ മറ്റേ സുഗ്രീവന്റെ ട്രെയില് കാണാൻ പോകുന്നത് വേണ്ടത് വെച്ചിട്ട് ഈ സാധനം മുഴുവനായിട്ട് പുള്ളിക്കാരിക്ക് വിട്ടുകൊടുത്തു. സോ ഫുൾ അഡ്വഞ്ചറുകളായിരുന്നു. ഈ സ്വിങ്ങിൽ കയറിയിരിക്കുന്നത് അവളെ സംബന്ധിച്ച് അഡ്വഞ്ചറാണ്. ഞാൻ എന്റെ കൂടെയാണ് വരുന്നത്. അതായിരുന്നു ഈ മൊമെന്റ്. ഭയങ്കര രസമാണ്. അവിടുത്തെ ഈ ബാലി സ്വിംഗ് എന്ന് പറഞ്ഞ സാധനമാണ്, അറിയില്ല. അവരിങ്ങനെ ഈ പറയുന്നത് പോലെ കയറ്റി അങ്ങ് വിടും, എന്നിട്ട് ഇങ്ങനെ ആടിയിട്ട് തിരിച്ചു ഭർത്താക്കന്മാർക്കൊരു മാതൃകയാണ് സത്യം പറയുന്നത്. ഭർത്താവിനെ കിട്ടണമെന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? സത്യം മറ്റേതാണ് മറ്റേ നമ്മളെ കല്യാണം കഴിക്കാൻ പോണ ആൾക്കാർക്ക് നമ്മളൊരു അഡ്വൈസ് അല്ലേ കൊടുക്കേണ്ടതുള്ളൂ. ഒറ്റ കാര്യം, ഡോണ്ട്. മേഡ് ഇൻ കാരവാനിലേക്ക് വരുമ്പോ ഇപ്പൊ ആൻസൺ പോൾ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, ഡോഗ് ഉണ്ട്, എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിട്ട് സ്നേഹമാണോ സിനിമ പറയുന്നത്, കണക്ട് ചെയ്യുന്നത്? 100%. എല്ലാ സിനിമകളും പറയുന്നത് പോലെ തന്നെ ടോക്സ് അബൌട്ട് ലവ്. ടോക്സ് അബൌട്ട് ലവ് ഇൻ ദ സെൻസ് ഈ പറയുന്ന റിലേഷൻഷിപ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് കണ്ടപ്പോൾ പറഞ്ഞത് തന്നെയാണ് അപ്പൊ പറഞ്ഞ അബ്സല്യൂട്ട് പോയിന്റ്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാരവന്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ വെറൈറ്റി ആലോചിച്ചാൽ മതി. ഇപ്പൊ അതിനകത്ത് ഇരിക്കുന്ന 2 കുട്ടികൾ, ആ പട്ടിക്കുട്ടി ഈ അറ്റത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു ഫിലിപ്പിനോ മെയ്ഡിനെ നിങ്ങൾക്ക് ആ ടെന്റിൽ കാണാം, കണ്ടില്ലേ? പിന്നെ ബ്രിജിലും ഈ പറഞ്ഞ അനുവും ഈ 2 പേരേ ഉള്ളൂ മലയാളികൾ. ബാക്കി ഒരാൾ പോലും മലയാളം സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മനുഷ്യഭാഷ സംസാരിക്കുന്നതോ ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പോ ഇവർ ഇത്രയും പേര് ഒരു കാരവനിൽ ഇത്രയും ദിവസം നിൽക്കേണ്ടി വരുമ്പോൾ ഞാൻ പറഞ്ഞ ബാക്കി ഇപ്പൊ കാരവന്റെ വെളിയിൽ നിൽക്കുന്ന നമ്മൾ 3 പേരും, അതായത് ഇപ്പൊ നമ്മുടെ അപ്പൂപ്പനെ കണ്ടാലും അല്ലെങ്കിൽ ആൻസർ ആണെങ്കിലും ഞാനാണ്, നമ്മളാരും കാരവനുമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല. വി ആർ ഓൺലി റിലേറ്റഡ് ടു അനു. ഇതിനകത്ത് വരുമ്പോ ഞാൻ പറഞ്ഞ അപ്പൂപ്പന്റെ കാര്യം ഞാൻ പറയുന്നില്ല, അത് യു ഷുഡ് സീ ദ മൂവി ടു നോ. പക്ഷെ അത് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും ഒരു അപ്പൂപ്പനെ നമ്മൾ സൈഡിൽ കൊണ്ടിരുന്ന കാഴ്ച വെച്ചു വെറുതെ ഒരു കാര്യമില്ലാതെ ഒരു അപ്പൂപ്പനെ കൊള്ളാം പുള്ളി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇരിക്കട്ടെ അവിടെ പുള്ളി അവിടെ ഇരുന്നു. പുള്ളിക്ക് എണീക്കാൻ പറ്റാത്തോണ്ട് എടുത്ത ഫോട്ടോ ആണെന്ന് വിചാരിച്ചത്. അതെ, അല്ല ഇത് അങ്ങനെയാണ്, അതാണ് അതിന്റെ ഒരു തീം. അന്നൊരു ഫോട്ടോ ഉണ്ടാവുന്നു പങ്കുവെച്ചാൽ മതി. അമ്മ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കണം, കുഞ്ഞു കുട്ടിയുടെ ഐസ്ക്രീം. അതെ അതെ, അതാണ് ഞാൻ എടുത്ത ഫോട്ടോ എടുത്ത് വെച്ചത്. ആ ഐസ്ക്രീം അന്നു കഴിച്ചതിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, ആ കുട്ടി കഴിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കഥ ഞങ്ങൾ അറിഞ്ഞത് ആ കുട്ടി മേഡ് ഇൻ കാരവാനിലെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ വാശി പിടിച്ച ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അനു അത് പൊക്കി കഴിച്ചത്. അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി വേണമെന്ന് പറഞ്ഞെങ്കിൽ കൂടി ആ കുട്ടിക്ക് ഒരു തുള്ളി പോലും കൊടുക്കാതെ കഴിച്ച ആരും അവസാനം സ്പൂൺ കൊടുക്കുന്നു. മിഥുൻ ചേട്ടൻ ലക്ഷ്മി ചേച്ചി ആ ഒരു പലർക്കും ഭയങ്കര ആരാധകരുള്ള കപ്പിൾസ് ആണ് നിങ്ങൾ രണ്ടാളും. പെട്ടെന്ന് ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് മിഥുൻ ചേട്ടനെ കാണാതെ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും? അല്ല, അവള് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മള് പാരീസിൽ ഹണിമൂണിന് പോയപ്പോ നമ്മള് ആദ്യമായിട്ട് മെട്രോ കയറുകയാണ്. അപ്പൊ നമുക്ക് അന്ന് മറ്റേ ഈ പറഞ്ഞ പോലെ സെൻട്രൽ പാരീസിലൊന്നും താമസിക്കാനുള്ള ഒരു വകുപ്പൊന്നുമില്ല. നമ്മള് മറ്റേ കടം വാങ്ങിച്ച് ലോൺ എടുത്തിട്ടേക്കുള്ള യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാധനത്തില് ഇതിട്ട് നമ്മൾ ദൂരെ നമുക്ക് അവിടെ നിന്ന് ഒരു മെട്രോ എടുത്ത് ഏതാണ്ട് 5-6 സ്റ്റോപ്പ് എടുത്താലേ പാരീസ് എത്തുള്ളൂ. പാരീസിലാണ് പോയെന്ന് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് കയറിയിട്ടപ്പോ ഈ വണ്ടി പോകുന്നറിയാം. ആദ്യമായിട്ട് മെട്രോ കയറാൻ ഏത് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലാവില്ല. ഇവർ എഴുതി വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ചും മറ്റേ പരിപാടി നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ അതിന്റെ ലൈറ്റ് ഉണ്ടല്ലോ, ഏത് സൈഡിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ഏതാണെന്ന് എഴുതി കാണിക്കുമല്ലോ, അത് കാണാൻ വേണ്ടി കയറി ഡോർ അടഞ്ഞ് പോയി. ലക്ഷ്മി അവിടെ ഒറ്റയ്ക്ക് ആ സ്റ്റേഷനിലായി നിന്നു. ഞാൻ അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങുന്നു. അപ്പം നമുക്ക് അന്ന് ഈ പറഞ്ഞ പോലെ സെൽ കണക്ടിവിറ്റി ഒന്നും അത്രയും ഹെവി അല്ലെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല, റോമിങ്ങിലാണ് ഇത് ചെയ്തിട്ടാണ്. അപ്പോൾ പോയി ചെന്ന് അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി കറങ്ങി തിരിച്ച് ഇവിടെ താഴെ വരുമ്പോൾ ഒരാൾക്കൂട്ടത്തിന്റെ നടുക്ക് തന്നെയാണ് ലക്ഷ്മി. കാരണം അവരെല്ലാം സമാധാനിപ്പിച്ചോട്ട് നിൽക്കുക ലക്ഷ്മി. അതുകൊണ്ട് അപ്പം സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവിക്കുക. ദുബായിലെ ഷെയ്ഖ് അബ്ദുള്ളയാണോ മിഥുൻ ചേട്ടൻ? സത്യമായിട്ടല്ല, അയ്യോ
പുലിവാൽ കല്യാണത്തിന് അതെ ഷെയ്ഖിന്റെ വലങ്കൈ അല്ലങ്കൈ അല്ല ഞാൻ അല്ല ഷെയ്ഖുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ ബന്ധമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹത്തിന്റെ റേഡിയോ സ്റ്റേഷനിലാണ് ഞാൻ വർക്ക് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ കലാപരിപാടി ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. അങ്ങ് MG റോഡിലുള്ള ഓട്ടോ ഓടിക്കുന്ന സുശീല ചേച്ചിക്കും കുട്ടികൾക്കും സിനിമ കാണാൻ നമ്മുടെ മേഡ് ഇൻ കാരവാൻ കാണാൻ പോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ സുശീല ചേച്ചിനോടായിട്ടൊന്ന് പറഞ്ഞാൽ മതി എത്രാം തീയതിയാണ് സിനിമ റിലീസ് ആവണേ, കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ്? വേണ്ട ചേച്ചി തന്നെ പോയിക്കോളൂ. ചേച്ചി അധ്വാനിച്ച പൈസക്ക് സിനിമ കാണാൻ പോണെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ മേഡ് ഇൻ കാരവാൻ റിലീസ് ആവുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് വേഗം പറഞ്ഞു കൊടുത്തു രണ്ടാളും വേണ്ടി. ഏപ്രിൽ 14 തീയതിയാണ് ചിത്രം റിലീസ്. അതായത് വിഷു റിലീസാണ്. വിഷുവിന്റെ തലേ ദിവസമാണ് റിലീസ് ആവുന്നത്. തീർച്ചയായും സുശീലേച്ചി അന്ന് കിട്ടുന്ന വിഷു കൈനീട്ടമായിട്ട് നേരെ പോയി ചെന്ന് കാണാൻ പറ്റുന്ന പടവും കൂടിയാണ് മേഡ് ഇൻ കാരവൻ. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ സുശീല ചേച്ചി ഓട്ടോറിക്ഷയാണ് ഓടിക്കണമെങ്കിൽ അവിടെ കാരവൻ ഓടിക്കുന്ന ആളുടെ കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ല ഞാനിത് ഒരു ഇതുമില്ല, ഞാൻ പറഞ്ഞ ബ്രിഡ്ജിൽ നിൽക്കുന്നത് അതിന്റെ മുകളിൽ കിടക്കുന്ന ആളിനെ കണ്ടില്ലേ, പുള്ളിയാണ് എന്റെ ഡ്രൈവർ. ആ പുള്ളി ഇട്ടേക്കുന്ന വേഷം എന്താ നോക്കി, സാധാരണക്കാരൻ. ഇത് നമ്മൾ ദുബായിൽ നടക്കുന്ന കഥയാണ്. എന്നിട്ട് ഇട്ടേക്കുന്നത് ശബരിമലയിൽ പോകാനുള്ള മുണ്ടുകൊടുത്താണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത്ര സാധാരണക്കാരന്റെ കഥ പറയുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. അപ്പൊ ചേച്ചി ഞങ്ങളൊക്കെ റെഡിയാണ്, പടം ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച് ബീറ്റിന്റെ ഒപ്പം ഇത്തിരി നേരം അവസാനിക്കുമ്പോ മുതലാളി ചങ്കചക ഒന്ന് പറയൂ. മുതലാളി ചങ്കചക മുതലാളി മുതലാളി ചങ്കചക. താങ്ക് യു സോ മച്ച്.